സുരക്ഷ ഒരുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ, വീഴ്ച പറ്റിയിട്ടുണ്ടോ? ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എന്താണ്? അപ്രതീക്ഷിത നീക്കമാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന സമീപത്തെങ്ങും നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആദ്യത്തെ ഒരു സംഭവം. അതിൻ്റെ ഫസ്റ്റ് വിഷ്വൽസ്, ആദ്യ വിശദാംശങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാരെ സംബന്ധിച്ചുള്ള അവർ ഞെട്ടി തെറിച്ചിരിക്കുകയാണ്. അവരെ ഒരു ഉച്ചയോടുകൂടി ഒരാൾ കത്തിയുമായി കയറി വരുന്നു, അവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു, അവരെ കൂട്ടത്തോടുകൂടി ബന്ദിയാക്കുന്നു, ബാത്റൂമിലടക്കം കൊണ്ടുപോയി അവരെ പൂട്ടിയിട്ട ശേഷം കവർച്ച നടത്തുന്നു. എത്ര രൂപയാണ് ഇനി മോഷണം പോയതെന്ന് സംബന്ധിച്ചൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതിന് കിട്ടിയ പണം എണ്ണി തിട്ടപ്പെടുത്തിയാൽ മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും അന്യസംസ്ഥാനക്കാരനാണോ അതല്ല ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റാരെങ്കിലും ആണോ, ബാങ്കിൽ കൃത്യമായി ബാങ്കിൻ്റെ മൂവ്മെൻറ്റ്, ബാങ്കിൽ അവിടെ ഈ സമയത്ത് മറ്റാരും ഇല്ല എന്നതടക്കം നേരത്തെ തന്നെ മനസ്സിലാക്കി പോയി കണ്ട് മനസ്സിലാക്കിയ ആളാണോ ഈ കവർച്ച നടത്തിയത് എന്നൊക്കെ നമ്മൾക്ക് സംശയങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധിക്കുകയാണോ ലിഷോയി? പോലീസ് സംഘത്തിൻ്റെ പരിശോധനകൾ, കൂടുതലായ അന്വേഷണ സംഘങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? അതായത് നിലവിൽ ഡിവൈഎസ്പിയുടെ ഇവിടെ എത്തി പരിശോധന പൂർത്തിയാക്കി പോയി. ചാലക്കുടി CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഉള്ളത്. CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനോടകം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ CCTV എല്ലാം തന്നെ ശേഖരിച്ച ശേഷം ആണ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും ഒരു സംഘം മടങ്ങിയിരിക്കുന്നത്. കൂടുതൽ പോലീസ് സംഘങ്ങൾ എത്തി ഇവിടെ പരിശോധന നടത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ എത്രത്തോളം പണം നഷ്ടമായി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പട്ടാപ്പകലിൽ ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ അടുത്ത കാലത്തൊന്നും തന്നെ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ATM കവർച്ച, തുടർച്ചയായുള്ള ATM കവർച്ചയെ സംബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു കവർച്ചയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിത്തിരിക്കുന്ന ഒരു കവർച്ചയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പരപ്പും ആശ്ചര്യമുണ്ടാകുമ്പോൾ ഈ പ്രതി ആ ഏരിയ വിട്ടുപോകാൻ പാടില്ല. സാധാരണഗതിയിൽ എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം നിരീക്ഷണം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അവിടുത്തെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയ ആളായിരിക്കണം ഈ വ്യക്തി എന്നുള്ളത്. അപ്പോൾ കടന്ന് ആ സ്ഥലം വിട്ടുപോകാതിരിക്കാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടോ? സമീപ കടകളിൽ, സ്ഥാപനങ്ങളിൽ, വീടുകളിൽ ഇവിടേക്കുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ പരിശോധിക്കുന്നുണ്ടോ പോലീസ്? പോലീസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. അതായത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ അപ്രതീക്ഷിതമായൊരു സംഭവമാണ്. കാരണം ഈ ഇത്രയും ഒരു ഉച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുമോ എന്ന് ആരും തന്നെ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന് കൃത്യമായി ഈ CCTVയിൽ നിന്ന് ആളെ കണ്ടെത്തി അയാൾ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് അങ്ങനെ വേണം ഇനി എന്തായാലും ഈ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താനായി. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വിശദമായ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അപ്പോൾ ഈ തെളിവുകളൊക്കെ തന്നെ ഉണ്ടാകാതിരിക്കാൻ, ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാനൊക്കെ തന്നെ കരുതലെടുത്താണ് ഈ പ്രതി എത്തിയിരിക്കുന്നത്. തീർച്ചയായും. അതായത് യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതിരിക്കുക. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ബാങ്കിനകത്തെ CCTVയിൽ അയാൾ പതിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഇയാൾ ഏത് ദിശയിലേക്ക് പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ CCTV ക്യാമറകളിൽ നിന്ന്, സമീപത്തുള്ള CCTV ക്യാമറകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആ ഏത് ദിശയിലേക്കാണ് ഇയാൾ പോയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പോലീസിന് സുഖമായിരിക്കും. അതിനോടൊപ്പം തന്നെ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്താനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിൽ എന്തായാലും മറ്റിടങ്ങളിലൊന്നും തന്നെ CCTV ക്യാമറകൾ ഇല്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു സമയത്ത് ഈ കവർച്ച നടത്തുന്നതെങ്കിൽ വളരെ വെൽ പ്ലാൻഡ് റോബറിയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യ ദൃശ്യങ്ങൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ തുടക്കം, ആ നടന്ന ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ മാതൃഭൂമി ന്യൂസ് സംഘം അവിടേക്ക് എത്തുകയും ഇപ്പോൾ പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ പോലീസ് എത്തുമ്പോൾ അവിടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വൻ അമ്പരപ്പാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പലതരത്തിലുള്ള തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ, രാത്രിയുടെ മറവിൽ ATM റോബറി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ പട്ടാപ്പകൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്കിൽ ജീവനക്കാരെ ബന്ദിയാക്കിക്കൊണ്ട് ഒരു വ്യക്തി വന്ന് കത്തിമുനയിൽ നിർത്തിക്കൊണ്ട് അവിടുത്തെ കൗണ്ടർ തല്ലിപ്പൊളിച്ചുകൊണ്ട് പണം കവരുക എന്ന് പറയുമ്പോൾ അമ്പരപ്പാണ്, ആശ്ചര്യമാണ്. ലിഷോയി, ഇനി എന്തൊക്കെ പരിശോധനകൾ നടക്കണം?
അതായത് ഈ ഗ്ലൗസും അതുപോലെ തന്നെ ജാക്കറ്റും ഒക്കെ ധരിച്ചു വന്നതിനാൽ തന്നെ ഈ ഫിംഗർ പ്രിന്റ് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഒരുപക്ഷെ ലഭിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം.